അയ്യോ സാറോ, ക്ഷമിക്കണം സാർ, സാറിനോട് പറയാൻ ഞാൻ മറന്നുപോയി. അവൾ വന്നു, അപ്പോഴേ വന്നു. ആ ബഹളത്തിനിടയിൽ സാറിനോട് വന്ന് പറയാൻ ഞാനും വിട്ടുപോയി. സോറി സാർ, ഐ എം വെരി സോറി. അവൾ വന്നു എന്ന് ഞാൻ അറിഞ്ഞു. ഞാൻ വന്ന അതിനല്ല. എനിക്ക് മാധവൻ കുട്ടിയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. എന്താണ് സാർ? അകത്തേക്ക് വേണ്ട, നമുക്ക് പുറത്തെവിടെങ്കിലും പോയി സംസാരിക്കാം. ഓ അതിനെന്താ, സത്യമല്ല, നീ വാതിലടച്ചു കിട്ടോ. എന്താ എന്താ സാർ, എന്താ സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞു? മാധവൻകുട്ടി, ഞാൻ പറയാൻ പോകുന്നത് ഒട്ടും ഒരു നല്ല ന്യൂസ് അല്ല. അത് കേൾക്കുമ്പോൾ മാധവൻകുട്ടി എങ്ങനെയാ റിയാക്ട് ചെയ്യുന്നതെന്നും എനിക്കറിയില്ല. പക്ഷേ ഞാനത് പറഞ്ഞേ പറ്റൂ. ഇന്ന് ക്ലാസ് കഴിഞ്ഞ് എൻ്റെ വീട്ടിൽ നിന്ന് സീത അല്പം നേരത്തെയാ പോയതെന്ന് മാധവൻകുട്ടിക്ക് അറിയാമല്ലോ. അവളെയും കൂട്ടുകാരികളെയും ഞാൻ തന്നെയാ നേരത്തെ പറഞ്ഞയച്ചത്. ഞാൻ അങ്ങനെയാ. വല്ലാത്ത ക്ഷീണം തോന്നുമ്പോഴും മദ്യപിക്കണമെന്ന് തോന്നുമ്പോഴും ഒക്കെ കുട്ടികളെ നേരത്തെ പറഞ്ഞയച്ച് ഞാൻ എൻ്റെ കൊച്ചു കൊച്ചു ദുശീലങ്ങളുമായി അങ്ങനെ തനിയെ ഇരിക്കും. എന്താ, എന്തു പറ്റി? ഞാൻ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോ എന്റെ നേരെ ഒരു ജീപ്പ് ഇടിക്കാൻ വന്നു. ഞാൻ പേടിച്ച് പിന്നോട്ട് ചാടിയപ്പോ ചെളി വീണു. അതിനായി കരയണേ. ദേഹത്ത് സ്വല്പം ചെളി പുരണ്ടൂന്നല്ലേ ഉള്ളൂ, അല്ലാണ്ട് അപകടമൊന്നും പറ്റിയില്ലല്ലോ. ഇല്ല. എങ്കിൽ ആദ്യം ഈ കരച്ചിൽ നിർത്ത്. എന്നിട്ട് അകത്ത് പോയി ദേഹവും വസ്ത്രവും ഒക്കെ വൃത്തിയാക്കിയിട്ട് ഇവിടുന്ന് പോയാ മതി. ചെല്ല്, അകത്തേക്കല്ലേ. അതുവരെ ഒരു കളങ്കവും ഇല്ലായിരുന്നു എന്റെ മനസ്സിൽ. സീതയ്ക്കും എന്റെ മേൽ ഒരു സംശയവും ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് അവളും ധൈര്യപൂർവ്വം അകത്തേക്ക് വന്നത്. എന്നിട്ടും ഒരു നിമിഷത്തിൽ നശിച്ച ആ നിമിഷത്തിൽ എന്റെ മനസ്സിന്റെ നിയന്ത്രണം എനിക്ക് വിട്ടുപോയി. ഒന്നുകൂടാ ഞാൻ ഒന്ന് കുഴിച്ചു വിടുവാടാ. ഞാൻ ഒന്നുപോലെ വളർത്തുന്നതാണാ ഞാൻ അവളെ. അവളെ ജീവനം തകർത്ത് നിന്നെ ബാക്കി കാര്യം അരുത്. ഞാൻ പറയുന്നു കേട്ടോ. ഒന്നും എനിക്ക് മാധവൻകുട്ടി, ഞാൻ പറയുന്നു പൊട്ടി. മാധവൻകുട്ടി, ശരിയാ, ഞാൻ തെറ്റ് ചെയ്തു. ചെയ്യാൻ പാടില്ലാത്ത ഒക്കെ ചെയ്തു. എന്റെ മദ്യത്തിന്റെ ലഹരി ചെയ്തു പോയതാ. പക്ഷെ അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കിലോ, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിലോ. അവളൊന്ന് ഒച്ച വെച്ചിരുന്നെങ്കില്, ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഉണർന്നേനെ. ആ നിമിഷം ഞാൻ ഉണർന്നേനെ മാധവൻകുട്ടി, ഞാൻ ഉണർന്നേനെ. സാറിനറിയോ, നാടൊട്ടുക്ക് തിരഞ്ഞിടുന്ന ഞാൻ അവൾക്ക് വേണ്ടി കണ്ടെത്തിയ പയ്യനും അവന്റെ അച്ഛനും അമ്മയൊക്കെ നാളെ കഴിഞ്ഞ് അവളെ കാണാൻ വരിക. അവരുടെ മുമ്പിൽ ഞാനിവിടെ എങ്ങനെ കൊണ്ടുപോയി നിർത്തും സാർ? പറ, ഞാൻ എന്ത് ചെയ്യണം? അവളെ ഞാൻ എന്താ ചെയ്യേണ്ടത്? സാറ് തന്നെ പറ. ഇന്നലെ രാത്രി നിന്റെ പ്രൊഫസർ വന്നിരുന്നു. അയാളെല്ലാം പറഞ്ഞു.
ഒരേട്ടനും ഒരു അനിയത്തെ പറ്റി കേൾക്കാൻ ആഗ്രഹിക്കാത്താണ് ഞാൻ ഇന്നലെ കേട്ടത്. ഇതിൽ നിന്നെ ഞാൻ തെറ്റ് പറയില്ല, അയാളെയും തെറ്റ് പറയാൻ പറ്റില്ല. തെറ്റ് മുഴുവൻ എന്റെ. അയാള് പറഞ്ഞു, നീ ഒന്ന് ഉറക്കെ കരഞ്ഞിരുന്നെങ്കിൽ, ഒന്ന് ഒച്ച വെച്ചിരുന്നെങ്കിൽ ഇങ്ങനെയൊന്നും സംഭവിക്കില്ലായിരുന്നു എന്ന്. നീ എന്തേ ഒച്ച വയ്ക്കാതിരുന്നതെന്നും കരയാതിരുന്നതെന്നും എനിക്കിപ്പോഴാണ് മനസ്സിലാവുന്നത്. പെൺകുട്ടികൾ വളരുന്നതും വലുതാവുന്നതൊക്കെ മനസ്സിലാക്കാൻ അമ്മ വേണം, അമ്മ തന്നെ വേണം. ഏട്ടന് വെറും ഏട്ടനാവാനല്ലേ പറ്റൂ. നീ കരഞ്ഞിട്ടെന്താ കാര്യം? സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയില്ലേ? ഇനി വരുന്നതൊക്കെ നിന്റെ വിധിയാണെന്ന് കരുതി സമാധാനിച്ചേ പറ്റൂ. തിരുവനന്തപുരത്ത് നിന്ന് നിന്നെ കാണാൻ വരായിരുന്ന പയ്യനോടും വീട്ടുകാരോടും വരണ്ടെന്ന് ഞാൻ പറഞ്ഞയച്ചു. ഇനി അത് വേണ്ട. എല്ലാം അറിഞ്ഞുകൊണ്ട് ഞാൻ അവരോട് ചെയ്യുന്ന ചതിയായിപ്പോ. അതിന് എന്റെ മനസ്സിനെ ഒതുക്കുന്നില്ല. ഞാനൊരു കാര്യം പറഞ്ഞാൽ എന്റെ മോള് വിഷമിക്കരുത്. നിനക്കിഷ്ടമാണെങ്കിലും അല്ലെങ്കിലും നീ ആ പ്രൊഫസറെ തന്നെ വിവാഹം കഴിക്കണം. അതല്ലാതെ നമുക്ക് വേറെ വഴിയില്ല മോളെ. ഇങ്ങനെ ഒരു വിവാഹം എന്ത് കാരണം കൊണ്ടാണെന്ന് ഒരിക്കലും ആരും അറിയരുത്. ഇതെന്റെ ഇഷ്ടപ്രകാരമാണെന്നും ഞാനായിട്ട് നിശ്ചയിച്ചുറപ്പിച്ചാണെന്നുമേ അറിയാവൂ, പറയാവൂ. അല്ലെങ്കിൽ നിനക്ക് സംഭവിച്ചിരിക്കുന്ന ഈ കളങ്കത്തിന്റെ കറ നിന്റെ അനിയത്തിമാരുടെ ജീവിതത്തെയും ബാധിക്കും. അവരുമൊക്കെ ഈ ദുരന്തം അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് ബലേന്ദ്ര, ബലേന്ദ്ര, അറിഞ്ഞ ആ ഹിറ്റ്ലറുടെ പെങ്ങള് സീതാലക്ഷ്മി ഇല്ലേ, അവളുടെ കല്യാണം ഉറപ്പിച്ച്. വരൻ ആരാണെന്ന് അറിയണ്ടേ? അവളുടെ ആ കിഴവൻ പ്രൊഫസർ മോഹൻ തമ്പി. എഴുന്നേക്കണം, എഴുന്നേക്ക. അയ്യോ പറഞ്ഞു, വെറുതെ അനാവശ്യം പറഞ്ഞു പറ്റിയാലുണ്ടല്ലോ. കാര്യം എനിക്ക് അയാളോട് ദേഷ്യവും വിരോധമൊക്കെ ഉണ്ട് എന്ന് വെച്ച് ഇത്രയും ക്രൂരത അയാൾ കാണിക്കില്ല. ഞാനിത് വിശ്വസിക്കില്ല. നീ വിശ്വസിക്കണ്ട അമ്മേ. ഗൗരി, എന്റെ അമ്മ സത്യം. പ്രൊഫസറുടെ കൂടെ ജോലി ചെയ്യുന്ന എന്റെ ചേച്ചിയാ പറഞ്ഞത്. ചേച്ചി പ്രൊഫസറുടെ അടുത്ത് നേരിട്ട് അറിഞ്ഞതാ സീതയുമായിട്ട് അയാളുടെ വിവാഹം ഉറപ്പിച്ചു എന്ന്. ഗൗരി, ബാലേന്ദ്ര, ഈ അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്തരുത്. ഇതൊരു വെടിമരുന്നാണ്. ഇപ്പൊ തീ കൊളുത്തിയാൽ അതവിടെ ശരിക്കും പൊട്ടും.